നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിലെ സോഷ്യൽ മീഡിയ നിറയെ മമ്മൂട്ടിയെക്കുറിച്ചുള്ള ആരോഗ്യ ചിന്തകളാണ്. മമ്മൂട്ടിക്ക് എന്തുപറ്റി എന്ന ചോദ്യം. ആരോഗ്യ പ്രശ്നങ്ങളും ചികിത്സയുമൊക്കെ വ്യക്തിയുടെ സ്വകാര്യതയിൽപ്പെട്ട കാര്യങ്ങളാണ്. എങ്കിലും മമ്മൂട്ടി എന്ന നടനെക്കുറിച്ച് ഇത്രയധികം സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ ശക്തിപ്പെടുമ്പോൾ അതൊരു വാർത്തയായി അവതരിപ്പിക്കാതിരിക്കുന്നത് ശരിയല്ല. സോഷ്യൽ മീഡിയയിൽ ഒട്ടേറെ പേർ ചില സംശയങ്ങൾ ഉയർത്തുമ്പോഴും ചിലരൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ മമ്മൂട്ടിയുടെ രോഗത്തെക്കുറിച്ച് വാർത്തകൾ കൊടുക്കുമ്പോഴും ഞങ്ങൾ നിശബ്ദരായിരുന്നു. എല്ലാറ്റിനുമൊടുവിൽ മമ്മൂട്ടിയുടെ PR ടീമിൻ്റെ ഒരു പ്രതികരണം പുറത്തു വന്നു. മമ്മൂട്ടിക്ക് ആരോഗ്യപരമായ ഒരുവിധ പ്രശ്നങ്ങളുമില്ല എന്നാണവർ അവകാശപ്പെടുന്നത്. എന്നാൽ മമ്മൂട്ടിയുടെ കുടുംബാംഗങ്ങളോ ദുൽഖർ സൽമാനോ മമ്മൂട്ടിയോ ഇത് സംബന്ധിച്ച് പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല. എന്താണ് മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് സംഭവിച്ചത്? മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മെഗാ പ്രോജക്റ്റിൽ നിന്നും പെട്ടെന്ന് മമ്മൂട്ടി അവധിയെടുക്കാനുള്ള കാരണം എന്താണ്? മമ്മൂട്ടിയും മോഹൻലാലും നായകരായി അഭിനയിക്കുന്ന വലിയ മെഗാ ബജറ്റ് സിനിമയാണ് മഹേഷ് നാരായണൻ്റേത്. മഹേഷ് നാരായണൻ്റെ സിനിമ ഒട്ടനവധി പ്രതിസന്ധികളിലൂടെയാണ് മുന്നോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബിഗ് ബജറ്റ് ചിത്രം. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ആൻഡ്രോ ജോസഫിനൊപ്പം പ്രൊഡ്യൂസർമാരായിരുന്നവർക്ക് കയ്യിൽ അത്ര കണ്ട് പണമില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സിനിമാ ലോകത്തൊരു ഭയം. പിന്നീട് പുതിയ പ്രൊഡ്യൂസർമാരെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് ഈ സിനിമയുമായി ബന്ധപ്പെട്ട അണിയറ പ്രവർത്തകർ പറയുന്നു. റമദാൻ കാലമാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തോടൊപ്പം കുറച്ച് ദിവസങ്ങൾ ചെലവഴിക്കാൻ മമ്മൂട്ടി അവധിയെടുത്ത് ചെന്നൈയിൽ നിൽക്കുന്നുവെന്നാണ് മമ്മൂട്ടിയുടെ PR ടീം ഇക്കഴിഞ്ഞ ദിവസം ഒരു പ്രതികരണം നടത്തിയത്. എന്നാൽ മമ്മൂട്ടിയുമായി വളരെയധികം മാനസിക അടുപ്പം സൂക്ഷിക്കുന്നവർ രഹസ്യമായി ചിലതൊക്കെ സമ്മതിക്കുന്നു. മമ്മൂട്ടിയെ സംബന്ധിച്ച് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കുറച്ചു കാലമായി അലട്ടിയിരുന്നു. ഇടയ്ക്കൊക്കെ ഛർദിൽ, ഷൂട്ടിങ്ങിനിടയിൽ വല്ലാത്ത ക്ഷീണം. ഇതോടെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്നറിയാൻ കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിൽ ചില പരിശോധനകൾ നടത്തി. ആ പരിശോധനയിൽ ചില സംശയങ്ങൾക്കിടവന്നു. തുടർന്ന് ചെന്നൈ അപ്പോളോ ആശുപത്രിയിലെത്തി തുടർ പരിശോധനകൾ നടത്തിയെന്നാണ് അവർ പറയുന്നത്. മമ്മൂട്ടിയുടെ മകൾ കുട്ടി സുർമയുടെ ഭർത്താവ് ചെന്നൈ അപ്പോളോ ആശുപത്രിയിലെ ഒരു മുഖ്യ ഡോക്ടറാണ്. അപ്പോളോ ആശുപത്രിയിലെ കാർഡിയോവാസ്കുലർ ആൻഡ് തൊറാസിക് സർജറി ഡിപ്പാർട്ട്മെൻറ്റിലാണ് സുറുമയുടെ ഭർത്താവ് പ്രവർത്തിക്കുന്നത്. മുഹമ്മദ് റഹാൻ സെയ്ദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മകളുടെ ഭർത്താവടക്കം ഒട്ടനവധി സുഹൃത്തുക്കൾ മമ്മൂട്ടിക്ക് ചെന്നൈ അപ്പോളോ ആശുപത്രിയിലുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോളോ ആശുപത്രിയിലെത്തി വിശദമായ പരിശോധനകൾ നടത്താം എന്ന് മമ്മൂട്ടി തീരുമാനമെടുത്തു. മമ്മൂട്ടി ഏറ്റവും അധികം സ്നേഹിക്കുന്ന പിണറായി വിജയനും മുൻപ് അപ്പോളോ ആശുപത്രിയിൽ തന്നെയായിരുന്നു തുടർ പരിശോധനകളും വിദഗ്ധ ചികിത്സയും ഒക്കെ നടത്തിയത്. അപ്പോളോ ആശുപത്രിയിലെത്തിയ മമ്മൂട്ടി ചില കാര്യങ്ങൾ മനസ്സിലാക്കി. ആശുപത്രിയിൽ നടന്ന പരിശോധനകളിൽ ഒരു കാര്യം വ്യക്തമായി: കുടൽ ക്യാൻസറിൻ്റെ ചെറിയ തുടക്കം. എന്നാൽ അപകടകരമായ യാതൊരു സ്ഥിതിവിശേഷത്തിലും എത്തിയിട്ടില്ല. ഒട്ടും ഗൗരവമുള്ള കാര്യമല്ല, എന്നാൽ അത്ര നിസ്സാരമായി കരുതരുത്. തുടക്കത്തിലെ ഈ ഒരു രോഗാവസ്ഥ കണ്ടെത്തിയതുകൊണ്ട് കൃത്യമായി ചികിത്സിച്ച് സുഖപ്പെടുത്താവുന്നതേയുള്ളൂ. അപ്പോളോ ആശുപത്രിയിലെ പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം ഇപ്പോൾ മമ്മൂട്ടി ചെന്നൈയിലെ വീട്ടിൽ വിശ്രമത്തിലാണ്. മമ്മൂട്ടി നാളെ തന്നെ അപ്പോളോ ആശുപത്രിയിലെത്തി റേഡിയേഷന് വിധേയനാകുമെന്നാണ് ഇപ്പോൾ കേരള കൗമുദി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വൻകുടലിൽ അർബുദത്തിൻ്റെ പ്രാഥമിക ലക്ഷണങ്ങൾ കണ്ടതോടെ ചെറിയ റേഡിയേഷന് വിധേയനാകാനാണ് അപ്പോളോ ആശുപത്രി അധികൃതർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇന്നു മുതൽ ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ റേഡിയേഷന് മമ്മൂട്ടി വിധേയനാകുമെന്നാണ് കേരള കൗമുദിയുടെ റിപ്പോർട്ട്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ചിലർ പ്രചരിപ്പിക്കുന്നത് പോലെ യാതൊരുവിധ ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല എന്ന് അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ പറയുന്നു. റേഡിയേഷൻ കഴിഞ്ഞാൽ ഇപ്പോൾ ഷൂട്ടിംഗ് തുടരുന്ന ചിത്രത്തിൻ്റെ ബാക്കി ഭാഗം പൂർത്തിയാക്കണം. അതിനുശേഷം കീമോ ഉൾപ്പെടെ ഏതെങ്കിലും തുടർ ചികിത്സകൾ അനിവാര്യമാണെങ്കിൽ അത്തരം ചികിത്സാഘട്ടത്തിലേക്ക് കടക്കണം. മറ്റെന്തെങ്കിലും ചികിത്സകൾ ആവശ്യമുണ്ടെങ്കിൽ അമേരിക്കയിൽ വെച്ച് ബാക്കി ചികിത്സ തുടരാനാണ് മമ്മൂട്ടിയോട് അടുപ്പമുള്ളവർ തീരുമാനമെടുത്തിരിക്കുന്നത്. ഏതെങ്കിലും ശസ്ത്രക്രിയ വേണ്ടി വന്നാൽ അമേരിക്കയിൽ പോയി വിദഗ്ധ പരിശോധന നടത്തിയതിന് ശേഷം അത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുത്താൽ മതി എന്ന് മമ്മൂട്ടിയും കുടുംബവും തീരുമാനമെടുത്തു. ചെന്നൈയിലെ മമ്മൂട്ടിയുടെ വസതിയിൽ നിന്നും തേനാംപെട്ടിയിലുള്ള ആശുപത്രിയിൽ എന്നും പോയി വരാൻ കഴിയും മമ്മൂട്ടിക്ക്. അതുകൊണ്ട് തന്നെയാണ് ഈ ആശുപത്രി റേഡിയേഷനായി ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നതും. വളരെ നേരത്തെ രോഗനിർണയം നടന്നതുകൊണ്ട് പ്രാഥമിക ചികിത്സ കഴിയുന്നതോടെ പൂർണ്ണ ആരോഗ്യവാനായി മമ്മൂട്ടി മടങ്ങിയെത്തും. അതുകൊണ്ട് തന്നെ ഇതിൽ യാതൊരുവിധ ആശങ്കകൾക്കും അർത്ഥമില്ല. മമ്മൂട്ടിയുടെ ഭാര്യ സുൽപത്ത്, മകനും നടനുമായ ദുൽഖർ സൽമാൻ്റെ ഭാര്യ
മകൾ സുറുമിയുടെ ഭർത്താവ് അപ്പോളോ ആശുപത്രിയിലെ ഡോക്ടർ എന്നിവരൊക്കെ ഇപ്പോൾ ചെന്നൈയിലെ വീട്ടിലുണ്ട്. കോളൻ ക്യാൻസർ അഥവാ വൻകുടലിൽ വരുന്ന ക്യാൻസർ, ഈ ഒരു രോഗാവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ കേരളീയർ ഒന്നടങ്കം സമൂഹ മാധ്യമങ്ങളിൽ തിരയുകയാണ്. കൊളനോസ്കോപ്പി പരിശോധനയിലൂടെ ഈ അസുഖത്തിൻ്റെ പ്രാരംഭ ദശ മനസ്സിലാക്കാൻ കഴിയും. വൻകുടലിൻ്റെ എൻഡോസ്കോപ്പിയാണ് കൊളനോസ്കോപ്പി എന്ന് പറയുന്നത്. ക്യാമറ ഘടിപ്പിച്ച് കുഴലിൻ്റെ സഹായത്തോടെ വൻകുടലിൻ്റെ മുഴുവൻ നേർക്കാഴ്ച സാധ്യമാണ്. ഏകദേശം 2 മീറ്റർ നീളം വരുന്ന വൻകുടലിൻ്റെ ഭാഗം മുഴുവൻ ഇത്തരം കൊളനോസ്കോപ്പിയിലൂടെ പരിശോധിക്കാം. തടിപ്പുകൾ, മുഴകൾ തുടങ്ങിയവ കൊളനോസ്കോപ്പിയിൽ വളരെ വ്യക്തമായി കാണാം. കുടലിൽ വരുന്ന ചെറിയ തടിപ്പുകളാണ് പൊതുവെ പോളിപ്പ് എന്നറിയപ്പെടുന്നത്. സാവധാനം ഈ പോളിപ്പ് വളർന്ന് ഏറെക്കുറെ എല്ലാ കുടൽ അർബുദവും ഉണ്ടാകുന്നു. പോളിപ്പ് എന്ന അവസ്ഥയിൽ കുടൽ ക്യാൻസറിന് കാരണമായ തടിപ്പുകൾ കണ്ടെത്തിയാൽ പോളിപെക്ടോമി എന്ന ചികിത്സയിലൂടെ കുടൽ ക്യാൻസർ വരാതെ പൂർണ്ണമായും തടയാം. കൊളനോസ്കോപ്പി വഴി കുടലിലെ പോളിപ്പ് നീക്കം ചെയ്യുന്ന ചികിത്സാ രീതിയാണ് പോളിപെക്ടോമി. ഇങ്ങനെ നീക്കം ചെയ്യുന്ന പോളിപ്പ് പതോളജി ബയോപ്സി പരിശോധനയ്ക്കായി അയക്കുന്നു. ഇത്തരം ചികിത്സകൾക്ക് അധിക വിശ്രമം പോലും ആവശ്യമില്ല. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഇത്തരം അസുഖങ്ങൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. മമ്മൂട്ടിയെ സംബന്ധിച്ച് 73 വയസ്സ് പിന്നിട്ടിരിക്കുന്നു. പ്രായത്തിൻ്റെ പ്രശ്നങ്ങൾ സ്വാഭാവികമായും കോശങ്ങളെ ബാധിക്കും. പുറമേക്ക് മമ്മൂട്ടി നല്ല ആരോഗ്യവാനാണ്. നല്ല ബലിഷ്ഠമായ മസിലുകൾ മമ്മൂട്ടിയുടെ പ്രത്യേകത. മമ്മൂട്ടിയുടെ ചിട്ടയായ ജീവിതചര്യ തന്നെയാണ് കേരളം ഏറെ ചർച്ച ചെയ്തിട്ടുള്ളതും. എന്നും രാവിലെ 5 മണിക്ക് മുൻപ് 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ പതിവായി ജിമ്മിലാണ് മമ്മൂട്ടിയുടെ ഒരു ദിവസത്തെ ജീവിതം തുടങ്ങുന്നത്. കൊച്ചിയിലെ വീട്ടിൽ എല്ലാ സംവിധാനങ്ങളോടും കൂടി ജിം പണി കഴിപ്പിച്ചിട്ടുണ്ട് മമ്മൂട്ടി. ഒരിക്കലും ജിം പരിശീലനത്തിൽ മുടക്കം വരുത്താറില്ല. പതിവായുള്ള വ്യായാമം മാത്രമല്ല, ചിട്ടയായ ഭക്ഷണക്രമം അത് മമ്മൂട്ടിയുടെ മറ്റൊരു പ്രത്യേകതയാണ്. ജങ്ക് ഫുഡുകളോ കാർബോഹൈഡ്രേറ്റുകളോ ഒന്നും മമ്മൂട്ടി അധികം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറില്ല. ജങ്ക് ഫുഡുകൾ തീരെ. എണ്ണയിൽ വറുത്ത യാതൊരുവിധ ഭക്ഷണവും മമ്മൂട്ടി കഴിക്കാറേയില്ല. എണ്ണമയമുള്ള ലഘുഭക്ഷണങ്ങളിൽ നിന്നൊക്കെ എപ്പോഴും മമ്മൂട്ടി അകന്നു നിൽക്കും. ഓട്സ് കഞ്ഞി, പപ്പായയുടെ കഷ്ണങ്ങൾ, മുട്ടയുടെ വെള്ള, തലേ ദിവസം വെള്ളത്തിലിട്ട് തൊലി കളഞ്ഞ 10 ബദാം എന്നിവയാണ് മമ്മൂട്ടിയുടെ രാവിലത്തെ പ്രഭാത ഭക്ഷണമെന്ന് അദ്ദേഹത്തിൻ്റെ കുക്ക് അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണം വാരി വലിച്ച് കഴിക്കുന്ന ഒരു ശീലവുമില്ല. ഉച്ചയ്ക്ക് മീൻ നിർബന്ധമാണ്. എന്നാൽ അധികം എരിവും പുളിവുമൊന്നും ചേർക്കാതെ ഒരു പുഴുങ്ങിയ പരുവത്തിലുള്ള മീൻ. ഉച്ചയ്ക്ക് ചോറിന് പകരം ഓട്സ് കൊണ്ടുള്ള അരക്കുറ്റി പുട്ടും കറിയായി തേങ്ങ ചേർത്ത മീൻ കറിയുമാണ് കഴിക്കാറുള്ളത്. രാത്രി ഗോതമ്പിൻ്റെയോ ഓട്സിൻ്റെയോ ദോശ, ഒപ്പം മസാല തീരെ കുറച്ച് കറി വെച്ച ചിക്കൻ കറി. ഇനി ചമ്മന്തിയാണെങ്കിലും മതി. ഐസ്ക്രീം ഒഴികെയുള്ള മധുരപലഹാരങ്ങളൊന്നും മമ്മൂട്ടി കഴിക്കാറേയില്ല. ചെറുപ്പത്തിൽ പ്രൊഫഷണൽ വോളിബോൾ കളിക്കാരനായിരുന്നു മമ്മൂട്ടി. മമ്മൂട്ടിക്ക് തൻ്റെ ശാരീരികക്ഷമതയും ഫിറ്റ്നസും നിലനിർത്തുക ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ഒന്നാണ്. പിരിമുറുക്കവും മാനസിക സമ്മർദ്ദവുമില്ലാത്ത ജീവിതമാണ് താൻ ആഗ്രഹിക്കാറുള്ളതെന്ന് മമ്മൂട്ടി പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവെ ടെൻഷൻ പിടിച്ച ലോകത്തൊന്നും മമ്മൂട്ടിയെ കാണാറേയില്ല. വൻകുടൽ ക്യാൻസറിന് കാരണമായി പറയുന്നത് പൊതുവെ പ്രായം, അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ, വ്യായാമമില്ലായ്മ, പുകവലി, മദ്യപാനം, പിന്നെ മാനസിക ടെൻഷൻ, സ്ട്രെസ്സ് അത് മമ്മൂട്ടിക്ക് തീരെയില്ല എന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറയുന്നു. വൻകുടലിന് കാരണമായേക്കാവുന്ന ഈ കാരണങ്ങളൊന്നും മമ്മൂട്ടിയുടെ ജീവിതത്തിൽ തൊട്ട് തീണ്ടിയിട്ടില്ല. പിന്നെന്താണ് സംഭവിച്ചത്? വൻകുടൽ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളായി ആദ്യം വരുന്നത് തന്നെ മലബന്ധം, ചിലപ്പോൾ വയറ്റിൽ നിന്ന് പോകുമ്പോൾ രക്താംശം കലർന്ന നിറത്തിൽ പോവുക തുടങ്ങിയ ലക്ഷണങ്ങളാണ്. മലബന്ധം അഥവാ വയറിളക്കം, ചിലപ്പോൾ ഇവ രണ്ടും വന്നേക്കാം. വയർ എപ്പോഴും അസ്വസ്ഥമായി നിൽക്കുന്നത് പോലെ തോന്നാം. അതാവാം മമ്മൂട്ടിക്ക് കൂടെ ഛർദി ഉണ്ടായതിന് കാരണം. വൻകുടൽ ക്യാൻസറിന് മറ്റൊരു കാരണം കൂടി വിദഗ്ധർ പറയുന്നു. പാരമ്പര്യമായി ഈ രോഗം വന്നണയാം. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തകളെ പൂർണ്ണമായും നിഷേധിക്കുകയാണ് മമ്മൂട്ടിയുടെ PR ടീം. മമ്മൂട്ടി ആരോഗ്യവാനാണെന്നും റംസാൻ മാസം കാരണമാണ് അദ്ദേഹം തൻ്റെ തിരക്കേറിയ ഷെഡ്യൂളിൽ നിന്ന് ഇടവേള എടുത്തതെന്നും അവർ വിശദീകരിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി മോഹൻലാലിനൊപ്പം മഹേഷ് നാരായണൻ്റെ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പങ്കുചേരും. മമ്മൂട്ടിയും മോഹൻലാലും പ്രധാന വേഷങ്ങളിൽ എത്തുന്ന മഹേഷ് നാരായണൻ ചിത്രം അതൊരു ബിഗ് ബജറ്റ് ചിത്രമാണ്. പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രം. ആദ്യ ഷെഡ്യൂളുകൾ ശ്രീലങ്കയിലാണ് പൂർത്തിയാക്കിയത്. മലയാള സിനിമയിലെ 2 വലിയ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ഒരു 10 പതിറ്റാണ്ടിലേറെ കാലത്തിനു ശേഷം വീണ്ടും ഒരുമിക്കുന്നു. മമ്മൂട്ടിയുടെ വരാനിരിക്കുന്ന ചിത്രമായ ബസൂക്കയുടെ പുതിയ പോസ്റ്റർ ഇക്കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നു. 2023 ബസൂക്ക പ്രഖ്യാപിച്ചത്.
ചിത്രത്തിൻ്റെ നിർമ്മാണവും പോസ്റ്റ് പ്രൊഡക്ഷനുമൊക്കെ കഴിഞ്ഞു. 2025 ഏപ്രിൽ 10 തിയേറ്ററുകളിലെത്തും. മഹേഷ് നാരായണൻ്റെ സിനിമ തന്നെയാണ് കേരളം ഉറ്റുനോക്കുന്നത്. ഒരുപക്ഷെ മലയാളത്തിലെ ഏറ്റവും വലിയ ബജറ്റിൽ നിർമ്മിക്കുന്ന ചിത്രം. ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനുമൊക്കെ ഈ സിനിമയിൽ പങ്കുചേരുന്നു. 100 കോടി രൂപയ്ക്കടുത്താണ് മഹേഷ് നാരായണൻ്റെ സിനിമയുടെ മുതൽ മുടക്ക് എന്ന് സിനിമാ ലോകത്ത് പറഞ്ഞു കേൾക്കുന്നു. ഇത്രയധികം മുതൽ മുടക്കുള്ള ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നാണ് മമ്മൂട്ടി ഇടവേളയെടുത്ത് ഇപ്പോൾ ചികിത്സയ്ക്കായി മാറി നിൽക്കുന്നത്. മമ്മൂട്ടിയുടെ പരിശോധനകളുടെ പശ്ചാത്തലത്തിൽ ദുൽഖർ സൽമാനും ഷൂട്ടിംഗ് റദ്ദാക്കി ചെന്നൈയിലുണ്ട്. തുടർ ചികിത്സ ആവശ്യഘട്ടത്തിൽ നടത്താനാണ് തീരുമാനമെന്ന് അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തുക്കൾ പറയുമ്പോൾ ഈ വാർത്തകളെ പൂർണ്ണമായി നിഷേധിക്കുകയാണ് മമ്മൂട്ടിയുടെ PR ടീം. അനായാസവും ഗംഭീരവുമായ അഭിനയം, അതാണ് മമ്മൂട്ടിയുടെ പ്രത്യേകത. ഇപ്പോഴിതാ 73 വയസ്സ് പിന്നിട്ടിരിക്കുന്ന മമ്മൂട്ടിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്നുവെന്ന വാർത്ത കേരളത്തിലെ പ്രേക്ഷകരെ അത്രയേറെ സങ്കടക്കടലിൽ ആഴ്ത്തിയിരിക്കുന്നു. അസുഖവും ചികിത്സയുമൊക്കെ ഒരു വ്യക്തിയുടെ കുടുംബത്തിൻ്റെ സ്വകാര്യതകളാണ് എന്ന് നമുക്ക് പറയാം. എന്നാൽ അതിലപ്പുറം മമ്മൂട്ടി എന്ന മെഗാസ്റ്റാർ നമ്മുടെ പൊതുസ്വത്താണ്. അതുകൊണ്ട് തന്നെ അഭ്യൂഹങ്ങൾ പരമാവധി പ്രചരിക്കാതിരിക്കണമെങ്കിൽ സത്യസന്ധമായ വാർത്ത അത് പ്രേക്ഷകരിലെത്തണം. ആരോഗ്യകാര്യങ്ങളിൽ അതീവ ശ്രദ്ധാലുവായ മമ്മൂട്ടിക്ക് എന്തു സംഭവിച്ചു എന്ന ജിജ്ഞാസ പൊതുവെ പ്രേക്ഷകർക്കിടയിലുണ്ട്. മമ്മൂട്ടിയെപ്പോലൊരാൾക്ക് ഇത്തരം രോഗാവസ്ഥ വരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ് എന്ന് പാവം മലയാളികൾ പരസ്പരം ചോദിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.